ദി സൈലന്റ് ഓർഗൻ എന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ഓർഗനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ വാചാലരാവാൻ പോകുന്നത്, ഒറൽസ് വയലൻ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ പറയുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഗസ്റ്റ് ഡോക്ടർ ജോജോ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ലിവറിന് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ലിവറിനെ ബേസ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്ന എല്ലാ മിത്തുകളും പൊളിച്ചെടുക്കും. അപ്പോൾ ഡോക്ടർ ജോജോ നമ്മൾ തുടങ്ങല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് വാക്കിൽ നിന്ന് തുടങ്ങാം. സൈലന്റ് ഓർഗൻ എന്ന് ലിവറിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഒരു സിംറ്റം വരണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പെയിനാണ്. അപ്പം ലിവറിൻ്റെ അകത്ത് ഈ പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ സെൻസിറ്റീവ് എലമെൻറ്റ്സ് കുറവാണ്. അപ്പോൾ ലിവറിൽ എന്ത് സംഭവിച്ചാലും നമുക്കത് ആ വേദന ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ലിവറിൻ്റെ ആ കൂടി സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ക്യാപ്സ്യൂളാണ്. അപ്പോൾ ആ ക്യാപ്സ്യൂൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴേ നമുക്കൊരു പെയിൻ സെൻസേഷനിൽ അവിടെ എന്തെങ്കിലും നമുക്കുള്ള അതൊന്ന്. പിന്നെ രണ്ടാമത് നമുക്ക് ഈ ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% പോയാലും ലിവർ കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഏതൊരു അവയവമാണെങ്കിലും അതിൻ്റെ ഫെയിലിയർ വരുമ്പോഴാണല്ലോ അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഒരു പരിധി വരെ ഇതിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ഇൻസൾട്ട് വന്നാലേ ലിവർ കരയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റം പ്രതികരിക്കുള്ളൂ, അതിൻ്റെ ഒരു സിംറ്റം വരുള്ളൂ. അതാണ് ഇതിന് സൈലന്റ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചില ആളുകളെ പറ്റി പറയില്ല, ഈ വായിൽ കോലിട്ടൂത്തിയ പോലെ അതുപോലെ ഒരു ഗതിയും വരഗതി ഇല്ലെങ്കിൽ ലിവർ റിയാക്ട് ചെയ്യുള്ളൂ. മേ ബി അതുകൊണ്ടിട്ടാണ്. അതായത് ഈ ലിവർ ക്യാൻസർ എന്ന് പറയുന്നത് പോലെ ലിവറിന് വരുന്ന ഒരു മിക്കവാറും രോഗങ്ങൾ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളാണ്. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അല്ലേ? നമ്മളത് ഭയങ്കര പ്രശ്നമാവുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കും മിക്കവാറും ആളുകൾ. അതുകൊണ്ടാണ് ലക്ഷണം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ആൾക്കാർ എനിക്ക് കുഴപ്പമില്ല, ആ റുട്ടീനെ ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യത്തില്ല. അതാണ് പ്രശ്നം ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഡോക്ടർ ആയതുകൊണ്ടും യു ആർ ദി ക്യാൻസർ ഹീലർ എന്നുള്ളതുകൊണ്ടും ലിവർ ക്യാൻസർ എന്നുള്ളത് അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിന് വലിയ എന്താ പറയുക, എന്നാൽ കൂട്ടത്തിൽ ക്യാൻസറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് പറഞ്ഞു കേൾക്കുന്ന ഒരു ക്യാൻസറുമാണ്. വൈ ഇസ് ഇറ്റ് സോ? ഭയങ്കര കോൺട്രഡിക്ഷൻ ആണല്ലോ. കുറേ ആളുകൾ നമുക്കറിയാവുന്ന കുറേ പേര് പറയും, പക്ഷേ ക്യാൻസറിൽ ഏറ്റവും കുറവ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആക്ച്വലി ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4th or 5th ഇൻസിഡൻസ് ഉള്ള ഒരു ക്യാൻസറാണ് ലിവർ ക്യാൻസർ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ലേറ്റ് സ്റ്റേജിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം ചികിത്സ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് ഉണ്ടാവാത്തതുകൊണ്ട് അതും അധികം ആൾക്കാർ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അധികം ഡിസ്കഷൻ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിന് നമുക്ക് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിച്ച ചികിത്സിച്ച് ഭേദമാക്കാം, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഡിസീസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ ലിവർ ക്യാൻസർ ഒരു പ്രത്യേക അവയർനെസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് എന്നുള്ളത് ഓൾറെഡി ആണ് എങ്കിലും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഈ ലിവർ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കുക, അതിനെ ചികിത്സിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള അവയർനെസ് കൊടുക്കുന്നത്. ഈ ലിവർ ക്യാൻസർ വരുന്നത് ലിവർ സിറോസിസ് ഉള്ളവർക്ക് മാത്രമേ ലിവർ ക്യാൻസർ വരൂ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത് ശരിയാണോ? മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, പ്രൈമറി ലിവർ സെൽ ക്യാൻസർ വരുന്നത് സിറോട്ടിക് ലിവറിലാണ്. ആണ്. എന്നാൽ ഏതാണ്ട് ഒരു 20% ഈ നോൺ സിറോസിസ് ഇല്ലാത്തവർക്കാണ് വരുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ ഈ HbSAg ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ കാരിയർ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് മാറി ഫാറ്റി ലിവറിലുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കും വരാം. അപ്പം സിറോസിസ് ഉള്ളവർക്ക് ചാൻസ് കൂടുതലാണെന്നേ ഉള്ളൂ, സിറോസിസ് ഇല്ലാത്തവർക്കും ലിവർ ക്യാൻസർ വരാം. അപ്പം ലിവർ ക്യാൻസർ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവർ ഒരു ലക്ഷണവും കാണിക്കത്തില്ല. ഈ രോഗലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അതായത് ഒന്നുകിൽ വയറിൽ വെള്ളം കെട്ടുക, ലിവറിൻ്റെ അവിടെ ഒരു വയറിലൊരു മുഴ വരിക, അല്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം വരിക, മഞ്ഞപ്പിത്തം വരിക, കൈക്കും കാലിലും നീര് വരിക. അതൊക്കെ എന്ന് പറയുന്നത് ടെർമിനൽ സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ലിവർ ക്യാൻസർ ലക്ഷണമാണ്. അല്ല ഈ ഒരു ലക്ഷണം വരുന്നവരെ എനിക്ക് ലിവർ ക്യാൻസർ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതൊക്കെ അഡ്വാൻസ് സ്റ്റേജാണ്. ഏർലി സ്റ്റേജസിൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ പോലും യാതൊരുവിധ ലക്ഷണവും ലിവർ ക്യാൻസറിൻ്റെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിനെ സ്ക്രീൻ ചെയ്ത് നേരത്തെ അതിനുള്ള പരിശോധന നടത്തിയാലേ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് അകത്തുള്ള അവയവമാണ്, സൈലൻ്റ് ഓർഗനാണ്. അതാണ് ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ലിവർ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രാധാന്യം അതാണ്. ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒച്ചെടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന്. ഓക്കെ. അപ്പം ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഐ നോ
മദ്യപാനം അതിലൊന്നാണ് എന്ന്, അതല്ലാണ്ട് ഒന്ന് സിറോസിസ് ആണ് ഒന്നത് പ്രധാനമായിട്ടുള്ളത്. സിറോസിനുള്ള ഒന്ന് ആൽക്കഹോളിക് സിറോസ് ഉണ്ടാവും. ബട്ട് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആൽക്കഹോൾ ഉണ്ടാകുന്ന സിറോസിസ് അല്ലാതെ നോൺ ആൽക്കഹോളിക് സിറോസിസ് ആണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, ഡയബറ്റീസ് ഉള്ളവർ, ഫാറ്റി ലിവറെ തുടർന്ന് ഇതിലേക്ക് വരിക. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ അണുബാധ ക്യാരിയറായിട്ട് കൊണ്ട് നടക്കുക. അപ്പോൾ അവർക്ക് ഈ സിറോസ് ഒന്നും ഉണ്ടാകുന്നണമെന്നില്ല, അതിനു മുമ്പ് തന്നെ ഇവർക്ക് ഈ ലിവർ ക്യാൻസർ വരാം. പിന്നെ വേറൊന്ന് അഫ്ലാടോക്സിൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ധാന്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കാതെ വയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു മോൾഡ് അല്ലെങ്കിൽ ഫംഗസ് ഇതാണ്. ആ ഫംഗസിൻ്റെ ഇതാണ് ഈ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. അത് കൊണ്ടും ലിവർ ക്യാൻസർ വരാം. ഇതാണ് പ്രധാനമായിട്ടും ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഓക്കെ. ഇപ്പം ഇതിൽ ഈ ധാന്യങ്ങളുടെ കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ, അതായത് പൂപ്പലുള്ള ഭക്ഷണം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്നത് ലിവർ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. പ്രധാനമായിട്ടും ഈ ധാന്യങ്ങൾ, നമ്മൾ അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ വലിയ സ്റ്റോറുകളിൽ സൂക്ഷിക്കുമല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഫംഗൽ ബാധയാണ് പ്രധാനമായിട്ട് ഈ അഫ്ലാടോക്സിൻസും ഈ ലിവർ ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ഒരു ഭക്ഷണത്തിൽ അല്പം പൂപ്പൽ വന്നു അങ്ങനത്തെ മനസ്സിലായി. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ശരി. ഇപ്പോൾ ഈ ലിവർ ക്യാൻസർ വരുന്ന ആളുകൾക്ക് സ്ക്രീനിങ്, അതായത് ലിവർ ക്യാൻസറിൻ്റെ സാധ്യതയുണ്ടോ എന്നറിയാൻ സ്ക്രീനിങ് ചെയ്യുന്നതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. അതെങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുക, അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട്, അതായത് വയറിൻ്റെ സോണോഗ്രാഫി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത് രക്തത്തിലെ ആൽഫ പീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കറുണ്ട്. അതിൻ്റെ AFP എന്ന് ഷോർട്ട് ഫോമിൽ പറയും. അത് മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇതും എലവേറ്റഡ് ആവത്തില്ല. അപ്പോൾ നമ്മൾ പിവിക്ക എന്ന് പറഞ്ഞൊരു വേറൊരു പിവിക്ക 2 എന്ന് പറഞ്ഞ വേറൊരു ട്യൂമർ മാർക്കറുണ്ട്. ഇതാണ് ഈ ലിവർ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആരൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, സിറോസിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എവരി 6 months നിങ്ങളിത് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, കാരണം അവർക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അത് അവസാനം ഫാറ്റി ലിവറിലെത്തും. അപ്പോൾ ആ ഡയബറ്റീസ് ഉള്ളവർ, ഫാറ്റി ലിവർ ഉള്ളവർ, അല്ലെങ്കിൽ ഇതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ക്യാരിയർ, ഇത്രയും ആൾക്കാരാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സ്ക്രീനിങ് നടത്തുക. അത് എവരി 6 months ചെയ്യണം. അപ്പോൾ കേൾക്കുമ്പോൾ എപ്പോഴും ആശുപത്രിയിൽ പോകാൻ പറ്റും. ബട്ട് ഇത് നമ്മുടെ ലൈഫിനെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ അതിനെ നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 4 കാറ്റഗറി വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം. ഏറ്റവും ബേസിക്കലി ഉള്ള അൾട്രാസൗണ്ട് അബ്ഡോമിനും ആൽഫ ഫീറ്റോ പ്രോട്ടീൻ AFP എന്ന് പറഞ്ഞ രക്തത്തിലെ ട്യൂമർ മാർക്കറിൻ്റെ പരിശോധന. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരിയർ എന്ന് പറഞ്ഞില്ലേ, അതെന്താ? അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുമോ? വാട്ട് എക്സാക്ട്ലി ഡസ് ദാറ്റ് മീൻ? അതായത് നമ്മുടെ കരളിനുണ്ടാകുന്ന ഒരു വൈറൽ അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്ന് പറഞ്ഞ വൈറസ് കൊണ്ടുണ്ടാകുന്ന അണുബാധ. നമുക്കറിയില്ല, സാധാരണ നമ്മൾ മഞ്ഞപ്പിത്തം വരത്തില്ല, ആ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ടൈപ്പാണ് അത്. ഈ ലിവർ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വിവിധതരം വൈറസുകളുണ്ട്. A, B, C എന്നൊക്കെ പറഞ്ഞ വൈറസുകളുണ്ട്. അപ്പോൾ അതിലെ ബി വൈറസാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ വന്നതിന് ശേഷം അത് മിക്കവാറും അങ്ങോട്ട് ഈ സിയും പെർസിസ്റ്റ് ചെയ്യും. ഈ ഹെപ്പറ്റൈറ്റിസ് A, അതാണ് നമ്മുടെ സാധാരണ എപ്പോഴും കാണുന്ന മഞ്ഞപ്പിത്തം. അത് വന്ന് തിരിച്ചങ്ങ് പോകും. അത് പിന്നെ അവിടെ പെർസിസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് ബി അത് നമ്മുടെ കരളിൽ ഇത് പെർസിസ്റ്റ് ചെയ്യും, നമ്മുടെ രക്തത്തിൽ അതിൻ്റെ ആൻറ്റിജൻ പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് പെർസിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ ഓൺഗോയിങ് ആണ്. അപ്പോൾ അങ്ങനെ അറിയാലോ, ക്രോണിക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ ദാറ്റ് ലീഡ് ഓൺ ടു ക്യാൻസർ ആൻഡ് സിറോസിസ്. അതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കുറിച്ച് ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പറയാം. അതായത് വൺസ് ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ടുള്ള ആളുകൾക്ക് ആ വൈറസ് ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവാം. അപ്പോൾ അവർ ഈ ടെസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഇപ്പം കുട്ടികൾക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വരാതിരിക്കാൻ വേണ്ടി. 5 വർഷമാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കും. അപ്പോൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷനില്ല. അതെ, അതായത് നമ്മൾ HBsAg വാക്സിൻ നമ്മൾ ഒരു ക്യാൻസർ പ്രിവെൻറ്റീവ് വാക്സിനായിട്ടാണ് കരുതുന്നത്. അതായത് ലിവർ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വാക്സിനായിട്ടാണ് കരുതുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഡയബറ്റിസ് പോലെ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ വെറുതെ മെൻഷൻ ചെയ്തു പോകുന്ന ഒന്നാണ് ഫാറ്റി ലിവർ. അത് ഒരു ജെൻഡർ ബയസ് ഇല്ലാതെ പെണ്ണുങ്ങളും ആണുങ്ങളും അത് പറയും. ഈ ഫാറ്റി ലിവർ അത്ര സിമ്പിൾ ഒരു അസുഖം? സിമ്പിൾ അസുഖമല്ല, വളരെ ഡേഞ്ചറസ് അസുഖമാണ്. നമ്മുടെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 3-ൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും കോമൺ ആണ്. ബട്ട് അത് നമ്മൾ പലരും അറിയുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് സിറോസിസിലേക്ക് പോകും. സിറോസിസിലെത്തിയാലാണ് നമുക്ക് ലിവർ ഫെയിലിയർ ഒരു വഴി, അല്ലെങ്കിൽ ഈ ഹെപ്പറ്റോസെല്ലുലർ
ക്യാൻസറിലേക്കും പോകാം. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഇത് ഇത്ര കോമൺ ആവാനുള്ള കാരണം എന്താ? അതായത് 1/3 പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ന് പറയുന്ന പോലെയാണല്ലോ, വളരെ കുറച്ച് പേർക്കല്ലേ ഇല്ലാത്തുള്ളൂ. ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് ആണ് ഒന്ന്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയല്ല, കാരണം കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ബാഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു സാധനം നമ്മൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അതേപോലെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മളതിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പോളിഷ് ചെയ്യും. ഇപ്പോൾ അരി വാങ്ങിയാൽ നമ്മളത് നമ്മുടെ മട്ട അരിയായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അവനെ നമ്മൾ വൈറ്റ് റൈസ് ആക്കി കഴിയുമ്പം അത് റിഫൈൻഡായി, അത് നമുക്കൊരു ഫാറ്റി ലിവർ, അത് സ്ഥിരമായ നമുക്ക് ഫാറ്റി ലിവർ. അതുപോലെ ഗോതമ്പിനെ നമ്മൾ ഗോതമ്പ് പൊടിയായി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ അതിനെ മൈദ ഫ്ലോർ ആക്കി മാറ്റി റിഫൈൻ ചെയ്ത് അതപ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ, സുക്രോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുക. അപ്പോൾ അത് ഓർക്കുക, ഞാൻ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് എന്നല്ല, ബാഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ ഒന്നത്. പിന്നെ രണ്ടാമത് നമ്മളുടെ ഈ ഫ്രക്ടോസ് കൂടുതലകത്തേക്കില്ല, ഫ്രൂട്ട് ഷുഗർ എന്ന് നമ്മൾ പറയും. ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ടല്ല, മിക്കവാറും നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാരണ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സുക്രോസിനേക്കാളും ഏറ്റവും സ്വീറ്റസ്റ്റ് ഷുഗർ എന്ന് പറയാം. അപ്പം നമ്മൾക്ക് കിട്ടുന്ന എല്ലാ നമ്മുടെ ബേക്കറി അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ ഈ ഫുഡ് സപ്ലിമെൻറ്റ്സിലും ഈ ഫ്രക്ടോസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രക്ടോസ് വെറും ഫ്രക്ടോസ് ആയിട്ടല്ല, അത് നമ്മുടെ HFNC എന്ന് പറയും, അതായത് HFCS എന്ന് പറയും, അതായത് ഹൈ ഫ്രൂക്ടോസ് കണ്ടെയ്നിങ് സിറപ്പ് എന്ന് പറയും. അതായിരിക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഫ്രൂക്ടോസ് ആണെന്ന് മനസ്സിലാകത്തില്ല. അതിൻ്റെ അകത്ത് അത് ധാരാളം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ബേക്കറി ഫുഡ്, നമ്മുടെ രാവിലെ കിട്ടുന്ന പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, സോസ്, അതായത് നമ്മുടെ ജ്യൂസ്, ഏത് പാക്കറ്റ് ആൻഡ് ബോട്ടിലിൻ്റെ ഏത് ജ്യൂസ്, ഇതിനകത്തെല്ലാം ഈ ഫ്രക്ടോസ് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ വില്ലൻ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെഡൻറ്ററി ലൈഫ്, നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായ്മ. ഇത് നാലാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെസ്സ് കൂടുതലുണ്ടാവുക, ഉറക്കം കുറയുക. ഇത്രയും ഫാക്ടേഴ്സ് ഓർത്ത് നോക്കുക. നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നുണ്ട്, ഇതെല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 3-ൽ ഒരാൾക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണം. അതായത് നമ്മളാൽ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരു കാരണമാണ്. ഇത് കൂടാതെ ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ കൊളസ്ട്രീമിയ ഉള്ളവർക്ക് ഇൻവേരിയബിളി ഈ ഫാറ്റി ലിവർ സൈഡിൽ കൂടെ ഇത് കാരണം അത് വരാം അല്ലേ, അങ്ങനെ വരാം. ഓക്കെ, ഇതിൽ 3 എണ്ണം, ആദ്യത്തെ 3 പോയിന്റ് എനിക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് അത് കാരണം നമുക്ക് പല രോഗങ്ങളും വരും. ഈ 4ാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അത് എങ്ങനെയാണ് ഫാറ്റി ലിവറിന് കാരണമാവുക? അത് രണ്ടും ഹൈ ലെവൽ ഓഫ് കോർട്ടിസോൾ നമ്മുടെ ശരീരത്തുണ്ടാക്കും. അപ്പോൾ അതേ തുടർന്നുണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ ഫാറ്റി ലിവറിലേക്ക് പോകുന്നത്. അതൊരു ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. അൾട്ടിമേറ്റ്ലി അത് ഹൈപ്പർ ഇൻസുലിനിലേക്ക് എത്തും. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ആൻഡ് യു ഗൈസ് സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2. വിൽ ബി കമ്മിങ് സൂൺ.